ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രേസി മീഡിയ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇതിന് മുമ്പ് ചെയ്ത റവന്യൂ വീഡിയോസിലൊക്കെ പലരും കമൻറ്റ് ചെയ്ത് പറഞ്ഞതാണ് അസ്വി മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൻ്റെ ഒരു റവന്യൂ വീഡിയോ ചെയ്യാൻ പോകുന്നത്. പിന്നെന്താ, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് അസ്വി മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിന് യൂട്യൂബിൽ നിന്ന് ലഭിക്കുന്ന മാസ വരുമാനവും അതുപോലെ തന്നെ വാർഷിക വരുമാനവും ഏകദേശം എത്ര ഉണ്ടാവുമെന്ന് കാണിച്ചു തരാം. ഓക്കെ, ആദ്യമേ പറയട്ടെ, ഞാൻ ഈ കാണിച്ചു തരാൻ പോകുന്ന റവന്യൂ ഒരു എക്സാക്ട് റവന്യൂ ആവണമെന്നില്ല. അതായത് അത്ര തന്നെ എല്ലാ മാസവും കിട്ടണമെന്നില്ല. കാരണം അത് വ്യൂസും ആഡ് റവന്യൂ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ ഒരു എല്ലാത്തിൻ്റെ ഒരു മിനിമം എസ്റ്റിമേറ്റഡ് കണക്കിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാനധികം സംസാരിച്ച സമയം പോകുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ പുതിയാണെങ്കിൽ ദയവേദി വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും അതോടൊപ്പം തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സോഷ്യൽ ബ്ലേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അനലറ്റിക്സ് വെബ്സൈറ്റാണ്. ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അസ്വി മലയാളം അപ്ലോഡ്സ് 364, സബ്സ്ക്രൈബേഴ്സ് 368K, പിന്നെ വീഡിയോ വ്യൂസ് 42 മില്യണിലേറെ, പിന്നെ ചാനൽ ക്രിയേറ്റ് ചെയ്തത് 2017. അടുത്തതായി ഇതാ ലോകത്ത് വെച്ചതിനുള്ള സബ്സ്ക്രൈബർ റാങ്കും അതുപോലെ തന്നെ വീഡിയോ വ്യൂ റാങ്കും കൊടുത്തിരിക്കുന്നു. അടുത്തതായി നമുക്ക് ഈ ഒരു ചാനലിലെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കാം. അതായത് ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവയൊക്കെയാണ് ഈ ഒരു ചാനലിന് കിട്ടുന്ന ഡെയിലി സബ്സ്ക്രൈബർ കൗണ്ട്. ഇപ്പം ഡെയിലി ഒരു ആവറേജിൽ 400 സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. അടുത്ത വീഡിയോ വ്യൂസ് ഡെയിലി ആവറേജ് 70,000 മേലെ കിട്ടുന്നുണ്ട്. അടുത്തത് ഈ ഒരു ചാനലിൽ ഡെയിലി ആവറേജ് ഏണിംഗ് എന്ന് പറയുന്നത് $18. ഇപ്പം $18 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1300 രൂപ വരും. അപ്പോൾ അടുത്തതായി നമുക്ക് ഈ ഒരു ചാനലിന് യൂട്യൂബിൽ നിന്ന് ലഭിക്കുന്ന മാസ വരുമാനം ഏകദേശം എത്ര ഉണ്ടാവും നോക്കാം. അപ്പോൾ ഇതിൽ പറയുന്നത് മിനിമം എസ്റ്റിമേറ്റ് $528 എന്നാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഡോളർ എന്ന് വെച്ചാൽ 71.5 രൂപയാണ്. അപ്പോൾ നമുക്ക് 71 രൂപ വെച്ച് തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ 528 മൾട്ടിപ്ലൈഡ് ബൈ 71 നമ്മൾ ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് ഏതാണ്ട് 37,500 രൂപ ഒരു എസ്റ്റിമേറ്റ് മന്ത്ലി ഈ ഒരു ചാനലിന് ഏണിങ്സ് ലഭിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്തത് നമുക്ക് ഈ ഒരു ചാനലിൻ്റെ വാർഷിക വരുമാനം നോക്കാം. അപ്പോൾ ഇതിൽ പറയുന്നത് $6,300 എന്നാണ് മിനിമം. അപ്പോൾ നമുക്ക് $6,300 വെച്ച് ചെയ്ത് നോക്കാം. 6,300 മൾട്ടിപ്ലൈഡ് ബൈ 71 ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് ഏതാണ്ട് 4.5 ലക്ഷത്തോടടുപ്പിച്ച് രൂപ എസ്റ്റിമേറ്റ് കണക്കിൽ ഈ ഒരു ചാനലിൻ്റെ വാർഷിക വരുമാനം ലഭിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. സോ അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.